പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഭയങ്കര പോരാട്ടമാണ്. പിശാച് പോരാടിക്കൊണ്ടേയിരിക്കുന്നു. ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ അവൻ വീടിന് ചുറ്റും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വ്യാധി വരുന്നു, ഭയമുണ്ടാവുന്നു, കുഴപ്പമുണ്ടാവുന്നു, ഉറങ്ങാനാവുന്നില്ല. ഒന്നു മാറിയാൽ മറ്റൊന്ന്, മാറി മാറി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടിലാണ് പ്രശ്നം, ജോലിസ്ഥലത്ത് ചെന്നാൽ അവിടെയും പ്രശ്നം, ബിസിനസ്സിൽ പോരാട്ടമുണ്ടാവുന്നു, ശുശ്രൂഷയിലാണെങ്കിൽ ചോദിക്കുകയേ വേണ്ട. വല്ലാത്ത പോരാട്ടമായിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുകയാണോ? പോരാട്ടമുണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾ യേശുവിനോടൊത്ത് ശരിയായി നടക്കുന്നുണ്ട് എന്നർത്ഥമാവുക. എന്തുകൊണ്ടാണ് ഈ പോരാട്ടം എന്ന് വെച്ചാൽ, ശത്രുവാകുന്ന പിശാച് എന്ന ഒരുത്തനുണ്ട്. അവൻ ഗർജിക്കുന്ന സിംഹത്തെപ്പോലെ ചുറ്റിത്തിരിയുന്നു എന്ന് വചനത്തിൽ പറയുന്നു. കണ്ണിൽപ്പെടാത്തയൊരു ശത്രുവാണ് ഈ പിശാച്. അവനാണ് നമുക്കെതിരായി എല്ലാം ചെയ്യുന്നത്. അവനെന്തിനാണ്? എനിക്കും അവനും തമ്മിൽ എന്താണ് ബന്ധം? ഞാനെന്താ അവന്റെ സ്വത്തെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ യേശുവോടൊത്തിരിക്കുന്നുണ്ടല്ലോ, യേശുവിന്റെ പൈതലായിരിക്കുന്നില്ലേ? അവൻ യേശുവിന്റെ എതിരാളിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്. യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ച് നിങ്ങളെ എങ്ങനെയെങ്കിലും തളർത്തണം, നിങ്ങളെ ഉപദ്രവിക്കണം, നിങ്ങളെ ഭയപ്പെടുത്തണം, നിങ്ങളുടെ ഉറക്കമില്ലാതാക്കണം എന്ന് പല വിധത്തിലും പോരാടും. ഇതുപോലെയൊരു പോരാട്ടത്തിലാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം ഒരു വാക്ക് തന്നിരിക്കുന്നു. എന്താണെന്നറിയാമോ? യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും. നിങ്ങൾ ഓടിയാൽ അവൻ വിരട്ടിക്കൊണ്ടുവരും. അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത്, ഓടാൻ പാടില്ല, എതിർത്ത് നിൽക്കണം. പിശാചേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ എതിർക്കുന്നു. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, എന്റെ കുടുംബം യേശുവിന്റെ സ്വന്തമാണ്. നിനക്കെന്നെ ഡിസ്റ്റർബ് ചെയ്യാനാവില്ല, എന്നെ മുറിവേൽപ്പിക്കാനാവില്ല. ഞാൻ യേശു ക്രിസ്തുവിലാണുള്ളത്. നിന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എതിർക്കുന്നു, നിന്നെ ഓടിക്കുന്നു, ഞാൻ യേശുവിന്റെ രക്തത്തെ തളിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഓടിപ്പോകുന്നതാണ്. ഇതുപോലെ ഭയപ്പെടുന്നവരെയാണ് അവൻ തുടർന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഭയപ്പെടുന്നതുവരെ അവൻ നിങ്ങളെ വിരട്ടിക്കൊണ്ടേയിരിക്കും. ഭയപ്പെടേണ്ട, കാരണം പിശാചിനെ ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു കുരിശിൽ സാത്താന്റെ മേൽ വിജയം വരിച്ചു. കുരിശിൽ രക്തം ചിന്തി മരണത്തെ ജയിച്ച് ജീവനോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താന്റെ സകല ശക്തികളെയും ചോർത്തിയെടുത്തു. അവനെ കാൽ കീഴിൽ ചവിട്ടി മെതിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. ഇതെല്ലാം എന്തിനാണ്? നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അവനെ ജയിക്കണം എന്നതിനു വേണ്ടി. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി എതിർത്ത് നിൽക്കണം. ഈ ലോക മനുഷ്യരിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കണം. ലോകത്തിലെങ്ങും അനീതിക്കായി അവരെന്തൊക്കെയോ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു മിനിസ്റ്ററുടെ മകനുണ്ട് എന്നിരിക്കട്ടെ. അവൻ പോലീസിനെ ഭയപ്പെടുമോ? ഭയപ്പെടുകയില്ല. SP വന്നാൽ പോലും ഭയപ്പെടില്ല. വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ പോലും അവൻ മിനിസ്റ്ററല്ല, മിനിസ്റ്ററുടെ മകനാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഈ മിനിസ്റ്ററുടെ മകനാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ഭയപ്പെടും. പോലീസ് അവനെ കൈവെക്കാൻ പേടിക്കും. കണ്ടിട്ടില്ലേ? എന്തിനാ ഈ പൊല്ലാപ്പ് എന്ന് വിചാരിക്കും. ആ മകന്റെ ധൈര്യം എന്താണെന്നാൽ, എന്റെ അച്ഛൻ മിനിസ്റ്ററാണ്. അതുകൂടാതെ അയാളൊരു പോലീസ് മിനിസ്റ്റർ ആയിരുന്നാലോ? അത്ര തന്നെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തലകുനിച്ച് നിൽക്കും. മകൻ ഭയപ്പെടുകയില്ല. ഒരു ലൗകിക മനുഷ്യൻ തന്റെ അച്ഛൻ ഈ പദവിയിലാണ് എന്ന ധൈര്യത്തിൽ അധികാരികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനാണ്. സാത്താനെ ജയിച്ചവനാണ്. യേശു നമുക്ക് അധികാരത്തെ തന്നിട്ടുണ്ട്. പിശാചിന്റെ മേൽ എന്റെ അധികാരത്തെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ അധികാരത്തെ തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ, പിശാചെ, ഞാൻ ആരാണെന്നറിയാമോ? നിന്റെ തല തകർത്ത യേശുവിന്റെ കുഞ്ഞാണ് ഞാൻ. കാലിന്റെ അടിയിൽ നിന്റെ തല ചവിട്ടി മെതിച്ച യേശു എന്റെ ഉള്ളിലുണ്ട്. നിന്നെ ജയിച്ചവൻ എന്റെ കൂടെയുണ്ട്. നോക്കാമോ? യേശുവിന്റെ നാമത്തിൽ നിന്നെ എതിർക്കുന്നു. എന്റെ വീട്ടിൽ നിനക്ക് സ്ഥലമില്ല. എന്റെ ജീവിതത്തിൽ നിനക്ക് അധികാരമില്ല. എന്റെ മക്കളെ ശല്യപ്പെടുത്താനുള്ള അധികാരമില്ല. ഒരു വ്യാധിയും കൊണ്ടുവരാനുള്ള അധികാരമില്ല. ഭയമുണ്ടാക്കുന്ന ആത്മാവെ, നിന്നെ എതിർക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ. ഉടനെ ഒരു മാറ്റം കാണും. നമ്മളതെല്ലാം നോക്കാതെ പ്രശ്നങ്ങളെ മാത്രം നോക്കി, ആ പ്രശ്നം, ഈ പ്രശ്നം, പോരാട്ടങ്ങൾ, ജീവിതം തന്നെ പോരാട്ടമായിരിക്കുന്നു എന്ന് തളരുന്നില്ലേ? അതാണ് അവന് വേണ്ടത്. പക്ഷേ നിങ്ങൾ കറക്റ്റായി അവന്റെ തന്ത്രത്തെ മനസ്സിലാക്കി അവനെ എതിർക്കാൻ ആരംഭിച്ചാൽ ദിവസവും നിങ്ങളുടെ ജീവിതം രസകരമായിരിക്കും. അറിയാമോ?
ദിവസവും യുദ്ധം, ദിവസവും വിജയം, ദിവസവും പിശാചിനെ വിരട്ടുന്നതും ഓടിക്കുന്നതും അവനെ ജയിക്കുന്നതും അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അതുകൊണ്ട് അതാണ് വചനം പറയുന്നത്, പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ. യേശു അവനോട് എന്താണ് പറഞ്ഞത്? ദൂരെ പോ സാത്താനെ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ പറയണം. യേശുവിന്റെ നാമത്തിൽ ദൂരെ പോ സാത്താനെ, എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു, യേശുവിന്റെ രക്തത്തിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ, ഉടനെ മാറ്റം കാണും. ഞാൻ പറഞ്ഞു നോക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണോ? ആ വചനത്തിന്റെ മുൻഭാഗം നോക്കൂ. പിശാചിനെ എതിർത്ത് നിൽക്കുന്നതിന് മുൻപ് ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽപ്പിൻ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയില്ലെന്നിരിക്കട്ടെ, പിശാചിനെ എതിർത്ത് ജയിക്കാനാവില്ല, അവനതറിയാം. നീ കീഴടങ്ങിയിട്ടില്ല, കൈക്കൂലി വാങ്ങുന്നു, അഴിമതി ചെയ്യുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, നിങ്ങൾ വചനപ്രകാരം നടക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്, വചനം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എല്ലാം അവന് നന്നായിട്ടറിയാം. നിങ്ങളുടെ ആത്മീയ നില അവന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ അതിജീവിക്കുന്നത്. ദൈവവുമായുള്ള നിങ്ങളുടെ കൂട്ടായ്മയെ ശക്തമാക്കൂ. ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവഹിതപ്രകാരം ജീവിക്കണം, കൽപ്പനയ്ക്ക് കീഴടങ്ങണം, നിങ്ങളെ സമർപ്പിച്ച് കറക്റ്റായിരിക്കൂ. എന്നാൽ നിങ്ങളെ കണ്ടാലേ പിശാച് 10 അടി അകലെയേ നിൽക്കൂ, അടുത്ത് വരികയില്ല. നിങ്ങളുടെ ആത്മീക നിലവാരം അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് പിശാചിനെ എതിർത്ത് ജീവിക്കണം എങ്കിൽ ദൈവത്തിന് കീഴടങ്ങേണ്ടതാണ്. ദൈവത്തിന് കീഴടങ്ങാതെ യേശുവിന്റെ പേര് പറഞ്ഞാലും നിങ്ങൾക്ക് ജയിക്കാനാവില്ല, യേശുവിന്റെ രക്തമെന്ന് പറഞ്ഞാലും ജയിക്കാനാവില്ല. അതുകൊണ്ട് ഇന്ന്, ദൈവമേ, ഞാൻ ഇന്നും അങ്ങയുടെ വചനത്തിന് കീഴടങ്ങണം, പിശാചിനെ ജയിക്കാനുള്ള അധികാരത്തെ എനിക്ക് തന്നിരിക്കുന്നു, ഞാൻ ഭയപ്പെടില്ല, ധൈര്യത്തോടെ ദിവസവും വിജയമുള്ള ജീവിതം നയിക്കണം എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇന്നു മുതൽ മാറ്റമുണ്ടാകും. എങ്കിൽ സമർപ്പിക്കുമോ? ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങാത്ത എന്തെങ്കിലും ഉണ്ടോ? അതിനെ സമർപ്പിക്കൂ. ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നത്, ഈർഷ്യ, കോപം, പക, ഇവയെല്ലാം മനസ്സിലുണ്ടെങ്കിൽ സാത്താനെ നിങ്ങൾക്ക് ജയിക്കാനാവില്ല. അവൻ ഈസിയായി നിങ്ങളെ അതിജീവിക്കും. ആദ്യം നിങ്ങളുടെ ജീവിതത്തെ ശരിയാക്കൂ. സമർപ്പിക്കൂ. ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ വചനത്തിന് കീഴടങ്ങാൻ എന്നെ സമർപ്പിക്കുന്നു. കീഴടങ്ങാത്ത പാപങ്ങളെ ക്ഷമിക്കണമേ. വചനപ്രകാരം ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. സാത്താനെ ജയിക്കാൻ എനിക്ക് ബലവും കൃപയും അഭിഷേകവും തരയണമേ. ദൈവമേ, ഇതാ അങ്ങയുടെ മകനും മകളും പ്രാർത്ഥിക്കാനായി സമർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം ഇപ്പോൾ തന്നെ അവർക്ക് ജയമുണ്ടാകട്ടെ. പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ബലത്തെയും അഭിഷേകത്തെയും ശക്തിയെയും അരുളേണമേ. സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ പോരാട്ടങ്ങളെയും ജയിക്കാനുള്ള ശക്തി ഈ മകന് കൊടുക്കണമേ, ഈ മകൾക്ക് കൊടുക്കണമേ. ഇന്നവർ വിജയത്തെ കാണണം. ദിവസവും അവർ ജയം കാണണം. ദിവസവും ആത്മീക ജീവിതത്തിൽ അവർ വിജയത്തോടെ മുന്നേറണം. പിശാചിന്റെ ക്രിയകളെല്ലാം മുഴുവനായി നശിപ്പിച്ച് വിജയത്തോടെ മുന്നേറുവാനുള്ള കൃപ തരയണമേ. ഇതാ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ക്രിയകളെ എതിർക്കുന്നു. അവൻ ഓടിപ്പോകുന്നു, ഞങ്ങൾക്ക് ജയമുണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ